അല്ല ഞാൻ ഒരു കാര്യം കേട്ടേ, എത്ര തൊട്ട് എത്ര വരെയാണ് ജയിലിൽ കിടന്ന് പറയാനുള്ളത്? ജയിലിൽ കിടന്ന കാര്യണ്ട, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് ഇവർ അറിയണ്ട. അല്ല അറിഞ്ഞില്ലെങ്കിൽ എന്തായാലും കൊച്ചിനെ ഏറ്റെടുക്കാൻ നാളത്തേക്കൊന്ന് തെള്ളി തന്നാ മതിയടാ. അണ്ണ പുള്ളി പറയുന്ന പുള്ളി ജയിലിൽ പോയിട്ടില്ലെന്നാണ്. മള്ളി എടാ സരക്കെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവനെ കൊണ്ട് നാളത്തേക്ക് കേസ് ഒന്ന് തെള്ളി തന്നാ മതി. പറഞ്ഞത് ഇന്നത്തേക്ക് അല്ല നാളത്തെ, അത് പറയേണ്ട. എന്റെ അടുത്ത് ഇങ്ങനെ ചോദിപ്പിച്ചാണ്. കുഴപ്പമില്ല, ഞാൻ നാളത്തേക്ക് നിനക്ക് അതാ ആ ഒരു പോയിന്റിലേക്ക് എത്തിയാൽ ഇതിനു വേണ്ടി ഞാൻ പറഞ്ഞത്. ഇന്ന് നമ്മളുടെ ഇതെന്ന് പറഞ്ഞാൽ കേൾക്കുന്നുണ്ട്, അച്ചിപ്പട്ടി കേൾക്കുന്നുണ്ട്. അച്ചിപ്പട്ടി കേൾക്കുന്നത് നാണമില്ല നാണമില്ല നാണമില്ല. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഒരു ലോട്ടറി എടുത്ത് അടിച്ചാൽ നോക്കിട്ടെ. വക്കീലൊക്കെയാണ് അപ്പുറത്തുള്ളത്, ഒരു അറബി. Yes, please come with me. Helpful. Yeah. Very good. Come with me. Again, I'm telling. Your phones. Okay. Your phones on flight mode. One second, sir. One second. ഓവർ കോൺഫിഡൻസ് ഒരു വലിയ പ്രശ്നമാണ്. സത്യം നടന്നു പറഞ്ഞ അവിടെ ഹൈക്കോടതിയിൽ കേസ് വാദിക്കുന്നുണ്ട്. ഇതാരാണ് കണ്ടക്ടറാണ്? സാർ ജനശാസ്ത്രമാണ് കണ്ടിരിക്കുന്നത്. അല്ല അത് വക്കീലാണ് പോകാം, അവരുടെ കോട്ടം ഇതൊക്കെ ഇട്ടിരിക്കുന്നത്. തമാശ അറബിയിലെ വേശിട്ടുണ്ടോ തമാശ. Hello. Please maintain the decorum. Okay. Okay. Please come. First party, please. ഡെപ്രസ് എവിടെ? അവര് ഫസ്റ്റ് പാർട്ടി അവര് ഫസ്റ്റ് പാർട്ടിയാണ്. On left side. അകത്ത് പോയി ഇമാതിരി കൗണ്ടർ അടിക്കാൻ ജഡ്ജി ചവിട്ടി വെളിയിലാക്കും. വരട്ടെ, ഇപ്പൊ കാണാം. അകത്ത് കൗണ്ടർ അടിക്കാൻ നിൽക്കരുത് കേട്ടാ. ഞാൻ നിർത്തി. ഞാൻ ഇപ്പഴേ മിണ്ടാതിരിക്കല്ലേ. എന്നാലും കിട്ടി കേട്ടാ. ഒരെണ്ണം കിട്ടിയോ? അത് സൂപ്പറാണ്. ഞാൻ തന്നെ ഇരുന്ന് ചിരിക്കും. ജനശബ്ദാണ് ഈ 2 ടിക്കറ്റ്. Yes, sir. Please come. സിംഹത്തിന്റെ ഗർജനം അതാണ് ഇനി കാണാൻ. ഇപ്പൊ ഇല്ല. അംഗൻവാടിയല്ലേ പാട്ടൊന്നും So please be seated on this side. ഇതൊന്നും കാണാൻ പറ്റില്ല മാഡം, അവിടെ നമ്മൾ നിൽക്കാം. അല്ലെങ്കിൽ നമുക്ക് പഴയ നേരത്തെ നമുക്ക് ഫസ്റ്റ് ടൈം പോയ അവിടെ തന്നെ മതി. അവിടെ തന്നെ use your eyes. പ്രശ്നമുണ്ട്. ഓഫ് എടുക്ക് രണ്ടുപേരും. എന്തോ വലുത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ പുണ്ടച്ചി. എനിക്ക് ഉറപ്പാണടാ, എനിക്ക് ഉറപ്പാ. കസേര വരെ നെഗറ്റീവ് ആണോ എനിക്ക്? എല്ലാവരോടും ഒന്ന് ഇരിക്കാൻ പറയാമോ? കുറച്ചുപേർക്ക് ഇരിക്കാൻ പ്രോബ്ലം ഉണ്ട് മൈലോഡ്, കുറച്ചുപേർക്ക് ഇരിക്കാൻ ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് കേസ് വന്നിരിക്കുന്നത് കേസ് നമ്പർ 26/2024, റൈറ്റ്? Yes. പ്രോസിക്യൂഷൻ സാർ. നീയാണ് പ്രോസിക്യൂഷൻ. ഓക്കെ സാർ. അപ്പം സാർ ഒരു സെക്കൻഡ് സാർ, കോടതി മുന്നാകെ സത്യം മാത്രമേ ബോധിപ്പിക്കത്തുള്ളൂ. ചോദിക്കും. ഓക്കെ സാർ, അപ്പം സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ സാർ, ഇത് എന്റെ കക്ഷി ചന്ദ്രബോസിനെതിരെ വെറുതെ കെട്ടിച്ചമച്ചൊരു കേസാണ്. ഫസ്റ്റ് ഓഫ് ഓൾ സൂര്യ ബോസ് എന്ന് പറഞ്ഞൊരു കുട്ടി ഒരു ദിവസം വന്നിട്ട് ചന്ദ്രബോസാണ് അച്ഛനെന്നും പറഞ്ഞിട്ട് സ്ഥാപിച്ചാണ് പുറകെ നടക്കുന്നത്. ഇത് പ്യുവർലി ഒരു അലിഗേഷൻ ആണ് സാർ എന്റെ കക്ഷിക്കെതിരെ. എതിർഭാഗം വക്കീലിന് എന്തെങ്കിലും? My lord, can you ഒരു മിനിറ്റ് മിസ്റ്റർ ബോബ്,
Sir, തെറ്റാണോ ശരിയാണോ എന്ന് പറയാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ സാർ. ആദ്യം തന്നെ അലിഗേഷൻ പറയണ്ട, അത് ഞാൻ സാറേ അങ്ങനെയല്ല സാർ, അലിഗേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞത്. എന്റെ കക്ഷിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞത് സാർ, അത് അലിഗേഷൻ ആണ്. ഞാൻ വക്കീലല്ലേ സാർ. ഓക്കെ ഫൈൻ. ഓക്കെ 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 Please. Honorable Justice, Yeah. you can go through the record submitted by SRPD. ഓക്കെ Okay. Actually, മലയാളത്തിൽ പറയണമെങ്കിൽ മലയാളത്തിൽ പറയാം. മലയാളത്തിൽ പറയാം. ഇല്ല, എനിക്കിവിടെ പി ഡിയുടെ സൈഡിൽ നിന്ന് ഒരു ഫസ്റ്റ് ഒരു റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. ആൻഡ് ശരി മാഡം പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. Your Honor, that is because SRMS report is not there in my hand. They will submit you the SRMS report. So for now, this is the report you have, sir. ഓക്കെ ഫൈൻ. ഓക്കെ സോ സാർ, അതില് ഈ SRPD സബ്മിറ്റ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടിൽ തന്നെ ഇപ്പോൾ കറന്റ് ആകെ എന്റെ കക്ഷിയായ പരന്ത് വാസുവിനെതിരെ ഉറച്ചു നിൽക്കുന്ന ഒരേ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ രണ്ടാമത്തെ DNA സബ്മിഷനിൽ വന്നിരിക്കുന്ന 100% ഉള്ള DNA റിപ്പോർട്ടാണ്. ആക്ച്വലി സാർ, ലോകത്ത് തന്നെ ഐഡന്റിക്കൽ ട്വിൻസിനല്ലാണ്ട് ആർക്കും തന്നെ 100% DNA മാച്ചിങ് വരത്തില്ല. ഇറ്റ് സയന്റിഫിക്കലി നോട്ട് ഓക്കെ, റൈറ്റ്? ഓക്കെ, ഇറ്റ്സ് നോട്ട് പോസിബിൾ സയന്റിഫിക്കലി. ആൻഡ് മാക്സിമം ഒരു പാരന്റ്, അതും ഒരു ഫാദർ ടു സൺ വരാൻ ചാൻസ് ഉള്ളത് 47.5% മാത്രമാണ്. സോ അതിൽ മെയിൻലി എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആ പോയിന്റ് വെറും ഫോർജഡ് ആണ് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഓക്കെ സാർ, ഒബ്ജക്ഷൻ യുവർ ഓണർ. എനിക്ക് എതിർ കക്ഷിയായ പരന്ത് വാസുവിനെ ഈ ചേംബറിലോട്ടൊന്ന് വിളിച്ചു നിർത്തി സംസാരിക്കണമെന്നുണ്ട്. ഓക്കെ പ്രൊസീഡ്. എന്നെ കൊണ്ടുപോകും. പരന്തുവാസ് അല്ലേ? അതെ, പരന്തോസ്. ഓക്കെ, വയസ്സ് എത്രയാണ്? എനിക്കിപ്പോ 29 വയസ്സ്. 29 വയസ്സ്. മുന്നിൽ റിലേഷൻഷിപ്പ് പോലെ ഉണ്ടായിരുന്നു പണ്ട്? റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. എത്ര പെൺകുട്ടികളുമായിട്ട് തനിക്ക് ബന്ധമുണ്ടായിരുന്നു? എനിക്കിതിനു മുമ്പ് 2 റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അത് രണ്ടും ബ്രേക്കപ്പ് ആയി. ഓക്കെ, വേറെ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലായിരുന്നോ? ഇല്ല, വേറെ റിലേഷൻഷിപ്സ് ഒന്നും എനിക്കില്ലായിരുന്നു. ഓക്കെ, ഈ നിൽക്കുന്ന സൂര്യബോസിനെ എന്തെങ്കിലും പരിചയമുണ്ടോ? ഈ സൂര്യബോസിനെ എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണല്ലോ സാർ ഞാൻ എന്റെ പേരിൽ വന്ന അക്യൂസിഷനെതിരെ ഒരു കേസ് ഇവിടെ കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്താണ് താങ്കൾ കൊടുത്ത പരാതി? അതെന്റെ മോനല്ലെന്നുള്ള പരാതി. കാരണം യുവർ ഓണർ, എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു കേസ് കോടതിയിൽ കേസ് നടക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തും ഞാനിവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വരുമ്പോൾ എന്നെ പി ഡിന്ന് ഇങ്ങോട്ട് ഇൻഫോം ചെയ്യുന്നത് എൻ്റേതെന്ന് പറയപ്പെടുന്ന ഒരു ഹെയർ എൻ്റെ ഷെഡിക്കകത്തുനിന്ന് കിട്ടുകയും അത് വെച്ച് ഇവർ DNA ടെസ്റ്റ് ചെയ്ത് മാച്ച് ആയും എന്നാണ് എനിക്ക് തരുന്ന റിപ്പോർട്ട്. ഞാൻ സ്റ്റേഷനിൽ വരുന്നതിനും ഞാൻ സിറ്റിയിൽ വരുന്നതിനും മുമ്പ് ഇങ്ങനെ ഒരു ആരുടെയോ എവിടുന്നോ കിട്ടിയ ഒരു രോമം എടുത്തോണ്ട് വന്ന് അത് DNA ടെസ്റ്റിന് അയച്ച് അത് മാച്ചായി എന്ന് പറഞ്ഞാണ് എന്നെ പി ഡിയിൽ വിളിക്കുന്നത്. അല്ലാതെ എനിക്കെതിരെ ഒരു അക്യൂസിഷൻ ഉണ്ട് അല്ലെങ്കിൽ എൻ്റെതാണ് എന്ന് പറഞ്ഞ് ഇതാരും വിളിച്ചിട്ടില്ല. പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ ഹെയർ കണ്ടെത്തുന്നു. എൻ്റെ ഹെയർ എടുത്ത് കൊടുത്തത് ചന്ദ്രബോസ് എന്ന് പറയുന്ന ഈ വക്കീൽ വാദിക്കുന്ന ചന്ദ്രബോസ് എന്ന് പറയുന്ന ആളാണ്. എന്തുകൊണ്ട് ചന്ദ്രബോസ് പെട്ടെന്ന് എൻ്റെ DNA ഉറപ്പായിട്ടും അതായിട്ട് മാച്ച് ആവും എന്ന് എങ്ങനെയാണ് ചന്ദ്രബോസ് അസ്യൂം ചെയ്തെടുത്തത്? എന്നിട്ട് ഞാൻ സിറ്റിയിൽ ഇല്ലാത്ത ടൈമിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരെണ്ണം കൊണ്ടുപോയി കൊടുത്തത്? എന്നെ അതിനകത്ത് ഡ്രാഗ് ചെയ്ത് എൻ്റേതാണെന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? കാരണം ആ സിറ്റുവേഷനിൽ ഞാൻ ഇല്ലാത്ത ആളാണ്. അപ്പൊ ആരുടെയെങ്കിലും ഒരാളുടെ തലയ്ക്ക് അത് വെച്ച് കൊടുക്കണം എന്നുള്ള ഒരു ഡിസിഷൻ നേരത്തെ ആരൊക്കെയോ എടുത്തു കഴിഞ്ഞു. അത് ആരാണെന്ന് കോടതിയാണ് പറയേണ്ടത്. അത് എനിക്ക് പറയാനുള്ള റൈറ്റ് ഇല്ല സാർ. ബട്ട് കൺമണി എന്ന് പറഞ്ഞ ആരെങ്കിലും പരിചയമുണ്ടായിരുന്നോ? ഒബ്ജക്ഷൻ, ഈ കേസുമായി ബന്ധപ്പെട്ടല്ലാതെ ഇതിലോട്ട് കേസുമായി ബന്ധപ്പെട്ടതല്ലാതെ എനിക്ക് പല ചോദ്യങ്ങളും ഈ വ്യക്തിയായിട്ട് ഈ കേസുമായിട്ട് കണക്റ്റഡ് ആണ് സാർ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ. അത് പേഴ്സണൽ കാര്യങ്ങൾ ഡ്രാഗ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പേഴ്സണൽ കാര്യങ്ങളല്ല സാർ, ഈ കേസുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. അത് എതിർഭാഗം വക്കീലിന് കാര്യങ്ങൾ പൂർത്തിയായിട്ട് വരുമ്പോൾ മനസ്സിലാവും ചിലപ്പോൾ. ഓക്കെ സാർ. അപ്പോ കൺമണി എന്ന് പറഞ്ഞ ആരെങ്കിലും ഓക്കെ പറയൂ. ഏതെങ്കിലും ഒരു വക്കീൽ അറ്റ് എ ടൈം സംസാരിച്ചാൽ മതി. ആൻഡ് ഒരു സൈഡ് ഫുള്ള് കേട്ട് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് സൈഡ് പറയാം.
അപ്പൊ പരന്തുവാസു താങ്കൾക്ക് കൺമണി എന്ന് പറയുന്ന ആരെങ്കിലും അറിയാമായിരുന്നോ? അറിയാം എന്റെ കാഷ്യൂനട്ട് ഫാക്ടറിയുടെ മാനേജർ ആയിരുന്നു. മാനേജർ ആയിരുന്നു. ഓക്കെ, വെറും മാനേജർ ആയിരുന്നോ അതോ? മാനേജർ എന്ന് പറയുമ്പോൾ വെറും മാനേജർ, വേറെന്ത് മാനേജറാണ് മാനേജർ? നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല? ഞങ്ങൾ തമ്മിൽ ബന്ധങ്ങളൊന്നുമില്ല. മാനേജർ ആയിരുന്നു. മാനേജർ ആയെന്നുള്ളൊരു ഇതല്ലാതെ വേറെ ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ല. ഓക്കെ മൈലോഡ്, എനിക്ക് കുറച്ച് പ്രൂഫ് നിങ്ങളുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യാനുണ്ട്. അത് ഞാൻ പുള്ളിയുടെ അതല്ല, കുറച്ച് ഫോട്ടോ ക്ലിപ്സ് ആണ് ഞാൻ പുള്ളിയുടെ ഇവിടെ ഇരിക്കുന്ന സാറിന് കൊടുത്തിട്ടുണ്ട്. സാർ ഒന്നത് ഡിസ്പ്ലേ ചെയ്യാറുണ്ടെങ്കിൽ കുറച്ച് ഉപയോഗമായിരുന്നു. ഹലോ ടെക്നിക്കൽ എടാ ഞാൻ ഇപ്പൊ വിളിക്കുമ്പോ ഇപ്പൊ വിളിക്കാം. മാഡം അർജന്റ് കോൾ മാഡം, അർജന്റ് കോൾ. സാർ ബാക്കിലാണ് സ്ക്രീൻ, അപ്പൊ അങ്ങോട്ട് നോക്കണേ. സാർ ഈ നിൽക്കുന്ന പരന്ത് വാസുവും കൺമണി എന്ന് പറയുന്ന ആന്റി ഫാക്ടറിയിൽ വെറും PA എന്ന് പറഞ്ഞ ആളുമായിട്ട് ചുംബിക്കുന്നതും കട്ടിലിൽ കിടക്കുന്നതും റൂം എടുക്കുന്നതുമായ പല പല ക്ലിപ്സ് ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. സാർ ഇതിലെന്താണ് സാർ പറയാനുള്ളത്? വെറും PA ആയിരുന്നു? ഞാൻ പറഞ്ഞില്ല. ഞാൻ കണ്ടു. ഇതിനെനിക്ക് എക്സ്പ്ലനേഷൻ ഉണ്ട് സാർ. ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒരുമിച്ച് കട്ടിലിൽ കിടന്നു, ഒരുമിച്ച് കിസ് ചെയ്തു എന്ന് പറഞ്ഞ് റിലേഷൻഷിപ്പ് ആവണമെന്നില്ലല്ലോ സാർ. മേ ബി വി ആർ ഫ്ലേട്ടിങ് റൈറ്റ്. ആൻഡ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൺമണി എന്ന് പറയുന്ന കുട്ടിയെ ഡ്രാഗ് ചെയ്യേണ്ട എന്ത് ആവശ്യമാണ്? DNA റിപ്പോർട്ട് പ്രകാരം കൺമണിയാണ്. അതെന്താ എനിക്ക് തിരിച്ചു പറയാൻ പറ്റത്തില്ലേ സാർ? ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് കേൾക്കൂ. അപ്പൊ ഓക്കെ ഞാൻ പറഞ്ഞോട്ടെ. DNA റിപ്പോർട്ടിൽ എവിടെയും പറയുന്നില്ല കൺമണിയാണ് കുട്ടിയുടെ അമ്മയെന്ന്. പറയുന്നുണ്ടോ? സാർ വെയിറ്റ് ചെയ്യ് സാർ. DNA റിപ്പോർട്ട് സാറിന്റെതും സൂര്യബോസിന്റെ ബ്ലഡ് ആണ് ചെക്ക് ചെയ്തിരിക്കുന്നത്, കൺമണിയുടെ ബ്ലഡ് അല്ല ചെക്ക് ചെയ്തിരിക്കുന്നത്. കൺമണിയുടെ ബ്ലഡ് ചെക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഇവിടെ പ്രസക്തി ഇല്ല. ഓക്കെ മൈലോഡ് ഓക്കെ. സാർ എനിക്ക് കോടതി രണ്ടാമതൊരു തെളിവ്, അതായത് ഒരു വീഡിയോ ക്ലിപ്പാണ്. ഈ നിൽക്കുന്ന സൂര്യബോസ് എന്റെ കക്ഷിയായ ചന്ദ്രബോസിനോട് കൺമണിയാണ് തന്റെ അമ്മ എന്ന് പറയുന്നതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ചന്ദ്രബോസിന്റെ കാറിന് ഡാഷ് ക്യാമിൽ നിന്ന് റെക്കോർഡ് ആയതാണ്. അത് ഞാൻ കോടതി മുമ്പ് സമർപ്പിക്കുന്നു. സാർ അതൊന്ന് കാണിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ തമിഴ് കൊച്ച ഇത് എപ്പടി കൺമണിയുടെ പയ്യനാ നീ? എനിക്ക് അപ്പഴേ. ഓക്കെ സാർ, അപ്പോ ഇതിൽ തന്നെ ക്ലിയർ ആണ് സാർ, കൺമണിയാണ് ഈ കൊച്ചിന്റെ അമ്മയെന്നും. ഓക്കെ, കൺമണിയാണ് കൊച്ചിന്റെ അമ്മയെന്നും. ഇതിനകത്ത് ഈ സാർ ഒരു ബന്ധവുമില്ലാതെയാണ് സാർ ഒരാള് കെട്ടിപ്പിടിച്ച്. സാർ അതായത് ആ കുട്ടി പറഞ്ഞ കൺമണിയാണ് തന്റെ അമ്മ എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാമെങ്കിൽ ആ കുട്ടി പറഞ്ഞായിരുന്നല്ലോ ചന്ദ്രബോസാണ് തന്റെ അച്ഛനെന്ന്. അതും വാലിഡ് പോയിന്റ് ആയിരുന്നല്ലോ സാർ. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി അതുപോലെ തന്നെ കൺമണിയാണ് അമ്മയെന്നും തെളിയിക്കണം സാർ. അങ്ങനെ വെറുതെ കൊച്ചു പറഞ്ഞ പറ്റത്തില്ലല്ലോ സാർ. ആ കൊച്ചു പറഞ്ഞതിന്റെ പേരിലല്ലേ കേസ് നടക്കുന്നത് സാർ ഇവിടെ. തെളിയിക്കണം കൺമണിയാണ് അമ്മയെന്ന് തെളിയിക്കണം, വാക്കുകളിൽ കൂടെ അല്ല. എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മൈലോഡ്, ഞാൻ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാല് ഈ പ്രായത്തിലുള്ള ഒരു ചെറിയ കുട്ടി, ഈ ഒരു ചെറിയ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവര് പ്രൂഫായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. ആ കുഞ്ഞ് അവന്റെ അച്ഛനെ അമ്മ ആരാന്ന് ശരിക്കും അതിനറിയാത്തത് കൊണ്ടാണ് തിരക്കി ഇവിടെ വന്നിരിക്കുന്നത്. അതിന് ഈ പ്രായത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഫീഡ് ചെയ്താൽ അത് വിശ്വസിക്കാൻ തക്ക പ്രായം മാത്രമേ ആ കുഞ്ഞിനുള്ളൂ. സോ അതുകൊണ്ട് ആ കുട്ടിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അത് ഒരിക്കലും നമുക്ക് പ്രൂഫായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? അത് കോടതിയാണ് തീരുമാനിക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ അത് കൺസിഡർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല മൈലോഡ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയണമെന്ന് വെച്ചാൽ വെറുതെ ഒരു കുഞ്ഞു പറഞ്ഞു എന്ന് കരുതി അതാണ് അമ്മ ഇതാണ് അച്ഛൻ എന്ന് പറയാൻ പറ്റില്ല. വെറുതെ ഒരു കുഞ്ഞല്ല സാർ, വെറുതെ ഒരു കുഞ്ഞല്ല. ആ കുഞ്ഞ് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് കൺമണിയാണ് അമ്മയെന്നും. ഈ കൺമണിയുമായിട്ട് കുറച്ചു മുമ്പ് റൂം ഷെയർ ചെയ്യുന്ന നമ്മൾ ഫോട്ടോ കുറച്ചു നേരം കണ്ടതാണ് മൈലോഡ്. അപ്പം എനിക്ക് പിന്നെ ഈ ഒരു ഇപ്പൊ മാഡം സാർ ഒരു മിനിറ്റ് കൂടെ സാർ ഒരു തെളിവ് കൂടെ എനിക്ക് കാണിക്കാനുണ്ട് സാർ. അതെന്റെ ഒരു സാക്ഷിയാണ്, കുറച്ച് വൈകി പോയെത്താനായിട്ട്, അതുകൊണ്ട് പെർമിഷൻ വാങ്ങിക്കാൻ പറ്റില്ല. മൈലോഡ് എനിക്കൊന്ന് അനുവദിച്ച് തരണമെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു. ഓക്കെ എന്തായി മാഡം? അത് വന്നോണ്ടിരിക്കുകയാണ് മാഡം. സാർ ഒന്ന് 2 മിനിറ്റത്തേക്ക് വെയിറ്റ് ഓക്കെ.
Jude sir, you're assisting? എതിർഭാഗം വക്കീലിന് എന്തെങ്കിലും പറയാനുണ്ടോ സാർ? സാർ പറയാനുണ്ട്. സാർ പറഞ്ഞ മൊത്തം തീർക്കട്ടെ, എന്നിട്ടല്ലേ പൊളിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. സാർ പറഞ്ഞ കഴിയുമ്പോൾ പറഞ്ഞാൽ മതി. ഫസ്റ്റ് കേസാണ് സാർ. എനിക്ക് എന്റെ വക്കീലിന് ഓ വിശ്വാസമുണ്ട്. അങ്ങനെ, ഓക്കെ ഓക്കെ. സാർ മേ ഐ സാർ? You may proceed. സാർ എനിക്ക് ഈ മുന്നേ കൺമണിയും പരുന്തുവാസും തമ്മിൽ ഉള്ളത് എന്ന് പറയപ്പെടുത്തി ഇവിടെ കാണിച്ച ക്ലിപ്സുകൾ ഒന്നും കൂടെ കാണണമെന്നുണ്ട് സാർ. മേ ഐ? Sure. Sage, can you please? ഇനി സാർ കുറച്ചേരം ഇരുന്നോളൂ, ഞാൻ ചോദിച്ചോട്ടെ പുള്ളിയോട്ട്. ഓ ഷുവർ. സാർ ഞാനൊന്ന് പറയുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം സാർ. ഇത് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോവാമോ? കുറച്ചുകൂടി മുന്നോട്ട്, കുറച്ചുകൂടെ. ഓക്കെ, സ്റ്റോപ്പ്. ഇപ്പോ പരുന്തുവാസം അല്ലേ? അതെ. ആ സ്ക്രീനിൽ കാണുന്നത് താങ്കളുടെ ഏകദേശം അതേ രൂപസാദൃശ്യം ഉണ്ടല്ലേ സാർ? പുറകിൽ ആ സീൻ ഒന്ന് വെക്കാവോ? ആൾ അംഗീകരിച്ചായിരുന്നു സാറേ. ആ ഒന്ന് പുറകിലെ സീൻ. ഓക്കെ, എന്റെ ചോദ്യം ഇതാണ്. ആ പുറകിൽ കാണുന്ന കാർ, അത് നിങ്ങൾ ഡിസൈൻ ചെയ്ത് ഇറക്കിയിട്ട് എത്ര മാസമായി? ഈ പുറകെ കാണുന്ന വണ്ടിയോ? ആ, പുറകിൽ കാണുന്ന വണ്ടി. ഇത് വളരെ കുറച്ച് നാളായിട്ടേ ഉള്ളൂ സാർ. ഏകദേശം എത്ര മാസവും? ഒരു 3-4 മാസം. ഓക്കെ, അപ്പൊ മൈ ലോട്ട് 3-4 മാസം മുന്നേ ഡിസൈൻ ചെയ്ത് ഇറക്കിയ വണ്ടി ഈ പുള്ളിയും കൺമണിയുമായി, അതും വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് വീഡിയോയിൽ വന്നത് കൊണ്ട് തന്നെ ഈസിയാണ്. ഇതൊരു ഒബ്ജക്ഷൻ മൈ ലോട്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന വീഡിയോ അല്ല ഇത്. ചിലപ്പോ അവർ ഈ അടുത്ത് പോയി കണ്ടാണെങ്കിലോ, ഇവർ അടുത്ത് പോയി റൂം എടുത്താണെങ്കിലോ? എങ്കിൽ കൺമണി എവിടെ? റൂം കൺമണി എവിടെ? മാഡം എന്താ മാഡം? എനിക്ക് സാർ മാത്രമല്ല, എനിക്ക് ചന്ദ്രബോസിനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണമായിരുന്നു. ഓക്കെ, ചന്ദ്രബോസ് അല്ലേ? അതെ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അത് പറഞ്ഞായിരുന്നു ഓൾറെഡി. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ചന്ദ്രബോസിന് ഇതിനു മുന്നേ ഏതെങ്കിലും റിലേഷൻഷിപ്പോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. പേരെന്തായിരുന്നു? ആരുമായിട്ടായിരുന്നു? മാൾക്കുട്ടി എന്ന് പറഞ്ഞ ഒരാളായിട്ടായിരുന്നു റിലേഷൻ. ആ, അത് കഴിഞ്ഞിട്ട് അലീന എന്ന് പറഞ്ഞിട്ട് ആളായിട്ടാണ് ഇപ്പൊ റിലേഷൻ. കറന്റ് ആക്റ്റീവായിട്ട് അലീന മാത്രമേ ഉള്ളൂ. അപ്പോ ഇതിന്റെ ഇടയില് ചന്ദ്രബോസ് ഫിസിക്കൽ റിലേഷൻഷിപ്പിലൊക്കെ എങ്ങനെയായിരുന്നു? ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ സാറേ, ഫിസിക്കൽ റിലേഷൻഷിപ്പ് സാറേ അത് കോടതിയിൽ ഇത്രയും ആൾക്കാരുടെ ഉന്നയിച്ച് പറഞ്ഞ കാര്യമാണ് സാറേ. താങ്കളുടെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് പറയണ്ട. ഓക്കെ, ബട്ട് ചോദ്യം ഇതാണ്. താങ്കൾ ഒരു ആക്റ്റീവ് സ്പേം ഡോണർ ആയിരുന്നോ? സാറേ, ആക്റ്റീവ് ഞാൻ സ്പാം ഡോണർ. ഈ ഡോണർ എന്ന് പറയുന്നത് പ്രൂഫ് എവിടെ നിന്ന് വന്നതെന്ന് എനിക്കറിയില്ല സാറേ. ഞാൻ അങ്ങനെ ഒരു സ്പാം ഡൊണേറ്റർ അല്ല. ബൈ ദ വേ ഇത് SRPD നിങ്ങൾ കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എടുത്തതാണ്. അവർക്ക് SRPD-കാർക്ക് അല്ലാതെ വെളിയിൽ നിന്ന് കാര്യമില്ലല്ലോ. അതെ, പ്രോപ്പറായിട്ട് സ്പാം കൊടുക്കുന്ന ഡോണർ അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോ താങ്കൾ സ്പേം കൊടുത്തില്ല, പിന്നെ എന്തുകൊണ്ടാണ്? അപ്പൊ ഇതിപ്പോ കള്ളത്തരം, അതായത് സ്റ്റേറ്റ്മെന്റ്, ഫേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന്റെ കേസ് ഉണ്ടാവും PD-യില്. അതെ, ഞാനൊരു കാര്യം ഈ പറയുന്ന ഡോക്യുമെന്റ് ഫേക്ക് എന്നുള്ള രീതിയിൽ ഈ എതിർഭാഗം കേസ് കൊടുത്തപ്പോഴാണ് ഫൈനൽ ഡിസിഷന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമതും ഞാനും ഈ പറയുന്ന ആളുമായിട്ട് പോയി ഞങ്ങളുടെ ബ്ലഡ് കൊടുത്തതും DNA-ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ചെയ്തത് ഞങ്ങൾ രണ്ടും പോലീസിന്റെ നേതൃത്വത്തിലാണ്. മനസ്സിലായില്ലേ? എന്റെ ചോദ്യം അതല്ല, നിങ്ങൾ സ്പേം ഡോണർ ആണോ അല്ലയോ എന്നാണ്. ജിഡിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ്, നിങ്ങളുടെ മൊഴി, അത് നിങ്ങൾ കൊടുത്തതാണോ? അതെ. കൊടുത്തായിരുന്നു. അപ്പോ നിങ്ങൾ ഒരു സ്പേം ഡോണർ ആണെന്ന് കൊടുത്തായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സ്പേം വെച്ചിട്ട് അവര് എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഉറപ്പായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സ്പേം ഡോണർ ആയതുകൊണ്ട് ഒരു സ്പേം ബാങ്കിലേക്കായിരിക്കും അത് പോയിരിക്കുന്നത്. അല്ല, സ്പാം കൊടുത്തിട്ടില്ലല്ലോ. അതിന് ഡോണർ നിങ്ങളൊരു
സാർ നിങ്ങൾ ഒരു ഡോണർ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്പേം കൊടുത്താൽ മാത്രമേ ഡോണർ ആവത്തുള്ളൂ. യു ആർ ആക്റ്റീവ് സ്പേം ഡോണർ എന്നാണ് സ്റ്റേറ്റ്മെന്റിലുള്ളത്. അത് സ്റ്റേറ്റ്മെന്റ് കുഴപ്പമാണ്. ഞാൻ അങ്ങനെയല്ല കോടതി സ്റ്റേറ്റ്മെന്റിന്റെ കുഴപ്പമാണെന്ന് പറയുവാണെങ്കിൽ അത് SRPയുടെ കുഴപ്പമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അതെ SRPയുടെ കുഴപ്പമാണ്. SRPയുടെ കുഴപ്പമാണ്. SRPD ഈ ഒരു കാര്യം ക്ലിയർ ചെയ്യേണ്ട കാര്യം SRPDയുടെ ഉത്തരവാദിത്തത്തിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ് സാർ. ഒബ്ജെക്ഷൻ സാർ ഇത് ഓക്കെ സാർ. ചന്ദ്രബോസ് ഒന്ന് അവിടെ നിന്ന് മാറാവോ? കൺമണി ഒന്ന് ചാമ്പറിലോട്ട് കയറാവോ? ചന്ദ്രബോസ് നിൽക്കുന്നോട്ട് കയറാവോ? കൺമണി അല്ലേ? ഹലോ കേക്കാമോ? ഹലോ ഒന്ന് റേഡിയോ കണക്ട് ചെയ്യാവോ? റേഡിയോ കേക്കാവോ? കൺമണി ഒന്ന് റേഡിയോ കണക്ട് ചെയ്യാവോ? റേഡിയോ കണക്ട്. അതെ റേഡിയോ ബട്ടൺ പ്രസ് ചെയ്ത് സംസാരിച്ചത്. ഹലോ എന്തിനിവിടെ സംഭവിക്കണേ? ഇല്ല ഇത് റേഡിയോ അല്ല കേൾക്കണേ, അല്ലാതെ കേൾക്കണേ. ഇല്ല റേഡിയോ സാർ ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? My lord, may I inform you one thing? ഇവിടെ പ്രസന്റ് ചെയ്യുന്ന സാക്ഷികളുടെയും ഡോക്യുമെന്റ്സിന്റെ ലിസ്റ്റ് നേരത്തെ തന്നെ എതിർഭാഗത്തേക്ക് ഹാൻഡ് ഓവർ ഓൾറെഡി ഞാൻ കോർട്ടിനോട് പറഞ്ഞായിരുന്നു സാർ. കോർട്ടിനോട് മാത്രമല്ല എതിർഭാഗത്തിനോടും പറഞ്ഞിരിക്കണം വരാൻ പോകുന്ന സാക്ഷികൾ ആരൊക്കെയാണെന്ന്. കോർട്ടിനടുത്ത് ഓൾറെഡി റിപ്പോർട്ട് ചെയ്തായിരുന്നു സാർ. നിയമം അറിയില്ലെങ്കിൽ പഠിക്കുക തന്നെ സാർ ചെയ്യണം. സാർ നിങ്ങൾ കോർട്ടിനെ വെല്ലുവിളിക്കാണോ സാർ? വെല്ലുവിളിക്കാണോ സാർ? കോർട്ടിന് നിയമം അറിയാന്നുള്ളതാണ് അവരോട് പറയുന്നത് സാർ. എതിർഭാഗം വക്കീൽ നിങ്ങളോടാണ് എതിർഭാഗം വക്കീൽ നിങ്ങളോടാണ്. രണ്ടുപേരും ഒന്ന് കുറച്ചു നേരം സൈലന്റ് ആയ കൊള്ളായിരുന്നു. ഒരു വക്കീൽ ഇവിടെ കാണിക്കുന്ന സാക്ഷികളൊക്കെ തലേ പിന്നീട് നേരത്തെ അറിയിക്കണം. വരാൻ പോകുന്ന ആൾക്കാരുടെ വക്കീൽ സംസാരിക്കും. ഇവിടെ കാണിച്ച വീഡിയോ പ്രൂഫിലും ഇതേ ആളായതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് തന്നെ പോവാം ഈ കോടതി. താങ്ക് യു മൈ ലോർഡ്. ഒറിജിനൽ കൺമണിയാണോ? അല്ലല്ല 100% പറയേ. ഒറിജിനലാണ്. സാർ എതിർഭാഗം വക്കീലിനും എതിർഭാഗം കക്ഷികൾക്കും ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്പ് ആണോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ID ചെക്ക് ചെയ്യാവുന്നതാണ്. സാറേ നമ്മള് അവിടെ ജോഡിനോട് പറയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. സാറായിട്ട് പറയണ്ട. അല്ല കേക്കെന്ന് പറയല്ലോ സാർ. ലോഡിനോട് പറയും. മൈലോഡ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇപ്പം എന്റെ വക്കീലിനോട് എനിക്ക് കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് എന്റെ വക്കീലല്ല എനിക്ക് അതിന് മറുപടി തരണ്ട. അത് സാറിന്റെ അടുത്തേക്ക് ഈ എതിർഭാഗം വക്കീൽ എത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണേ മൈലോഡ് ആളെ ഒന്ന്. എന്തെങ്കിലും പറയാനുണ്ടോ? ഉറപ്പായിട്ടും ചോദിക്കാനുണ്ട്. ഇത് കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന രീതി കണക്ട് ചെയ്തില്ല, അതാണ് വെയിറ്റ് ചെയ്യുന്നത്. റേഡിയോ ഒന്ന് കണക്ട് ആയാൽ ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങാം. പുള്ളിക്കാരി സംസാരിക്കുന്ന ഞങ്ങൾക്ക് കേൾക്കുന്നില്ല. Short break. You can relax for 5 minutes. Madam. If you want, Kanmani is old P, but that visuals are false because age or something. You told me to check her ID. my lord, court I got the birth date of the lady. മജിസ്ട്രേറ്റ് വന്നിട്ടുണ്ട്. Okay, sure. Okay. അണ്ണാ ഒന്ന് വന്നിട്ട് അവിടെ വരുമ്പോ എനിക്കൊന്ന് തരണേ. ഞാൻ പറഞ്ഞ കാര്യം ചോദിക്കണം. ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഓക്കെ മള്ളി അത് സ്ട്രോങ് ആയിട്ട് എടുത്ത് ചോദിക്കണം കേട്ടാ. ഏത് സ്ഥലത്താണ് അങ്ങനെ വരുന്നതെന്നൊന്ന് ചോദിക്കണം കേട്ടാ. അത് അവരോട് ചോദിക്കാൻ പറഞ്ഞു മള്ളി.
നമ്മുടെ കൺമണിയോട് ചോദിക്കാനല്ലേ? ബഹുമാനപ്പെട്ട കോടതി അല്ലല്ല അവരോട് ചോദിക്കണം, ഇത് സബ്മിറ്റ് കോടതിയുടെ ചെയ്തവരോട് സമയം ചോദിക്കണം. വിലപ്പെട്ടതാണ്. കോടതിയുടെ സമയം വിലപ്പെട്ടതായതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തിരിച്ചു വന്നത്. എന്തെങ്കിലും പറയുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളെല്ലാരും എത്തി മൈലോഡ്. കോടതിയുടെ സമയം വിലപ്പെട്ടതാണെന്ന് പറഞ്ഞ കക്ഷികളുടെ വക്കീലാണ് ഇതുവരെ വരാത്തത്. വക്കീൽ എത്തിയിട്ടില്ല. വക്കീല് വെള്ളം കുടിച്ചോണ്ടിരിക്കുക. ഹലോ വക്കീൽ. വക്കീൽ യുവർ ഓണർ. അല്ല നീ അവരെ രക്ഷിക്കണ്ടേ? കോടതി നൗ ഡിഫൻസ് ക്യാൻ ടോക്ക്. ഡിഫൻസ് അപ്പുറത്ത്. ഓക്കെ സർ, എഗെയിൻ പറയാനുള്ള കാര്യം സർ, പുതിയ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു സർ. പുതിയ ഒരു മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എഗെയിൻ 99.9% എന്നൊരു സംഖ്യയാണ് എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത് സർ. ഇത് ലോകത്തുനിന്നല്ല, മെഡിക്കലി ഇത് പോസിബിൾ അല്ല ഒരിക്കലും. ഒരു ഐഡന്റിക്കൽ ട്വിൻസിന്റെ അല്ലാണ്ട് ഒരിക്കലും ഇത് പോസിബിൾ അല്ല. മെഡിക്കലി നോട്ട് പോസിബിൾ. സോ ഇത് എങ്ങനെയാണ് SRMS ആൾക്കാർ വരെ ഇതിനെ വഴങ്ങി കൊടുത്തത് എന്നുള്ളതാണ് എന്റെ ഇവിടുത്തെ ചോദ്യം. ഇതിൽ എത്ര പേരാണ് അപ്പോ ഈ കൈക്കൂലിക്കും കാര്യങ്ങൾക്കും വഴങ്ങി പല കാര്യങ്ങളും ഇവിടെ ചെയ്തിരിക്കുന്നു. അതായത് ലോജിക്കൽ പോലും ഇല്ലാത്ത കാര്യങ്ങൾ വരെ ചെയ്യാൻ പൈസക്ക് കഴിയുന്നു എന്നുള്ളതാണ് ലോഡ് എനിക്കിവിടെ പറയാനുള്ളത്. അതിന്റെ കൺസിഡറേഷനിലുണ്ട്. അപ്പോ ബാക്കി കൺമണി എത്തിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു സർ. കൺമണി എന്റെ സാക്ഷിയായ കൺമണി സമ്പർക്കം മൂലം കേറാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഓക്കെ, അപ്പൊ ഈ റിപ്പോർട്ടില് സാർ എന്താണെന്ന് അറിയില്ല. ഇത് ജെന്യൂൻ റിപ്പോർട്ട് എന്നാണ് എനിക്ക് ഇതൊരിക്കലും തോന്നിയത്. എനിക്ക് ബാക്കി കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. പൈസയുടെ സ്വാധീനത്തിൽ ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല. എന്റെ കക്ഷി ആയാലും വേറൊന്നും. എങ്ങനെയാണെന്ന് ചോദിക്കും. 99 അങ്ങനെ വരത്തില്ലെന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങളല്ല ലോഡ്, പുള്ളിയാണ്. സാർ പറഞ്ഞു. ഓക്കെ സാർ, അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്വാധീനം ഇല്ലാണ്ട് എങ്ങനെയാണ് 99.9% വന്നതെന്നാണ് സാറേ എനിക്കും ഈ കോടതിക്കും അറിയേണ്ടത് എന്നാണ് എന്റെ വിശ്വാസം. ബാബുന് എത്രയും അല്ല, ബാബുന് ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ആൾക്കാർ ഇവിടെ ഉണ്ട്. ആരെങ്കിലും ഒരു EMS ഉള്ള ആരെങ്കിലും ഈ റിപ്പോർട്ടിൽ 99% എന്റെ എങ്ങനെ ആരാക്കി കൊടുത്തത് എനിക്ക് മനസ്സിലാവാത്ത കാര്യം അതാണ്. ശർമ്മജി. ഓക്കെ, ശർമ്മജി ഡോക്ടർ എങ്ങനെയാണ്, ഏത് വർഷമാണ് MBBS പാസ്സായതൊക്കെ? ഞാൻ 6 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. ഓക്കെ, 6 വർഷമായിട്ട് ഫീൽഡിലുണ്ട് സാർ. അപ്പോൾ ഇന്റർനെറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണോ? ഓഫ് കോഴ്സ്. അപ്പൊ സാർ ഒന്ന് ഇന്റർനെറ്റ് എടുക്കുക, എന്നിട്ട് സെർച്ച് ചെയ്യുക വാട്ട് ഈസ് ദ മാക്സിമം DNA മാച്ചിങ് പോസിബിലിറ്റീസ്. ഓക്കെ, ഇന്റർനെറ്റോ സാറിന് പഠിച്ചുള്ള ഏത് ബുക്കോ എന്ത് വേണം ചെയ്യാം, ചെക്ക് ചെയ്യാം. അപ്പോ അതിലെന്താണ് സാർ കാണുന്നത് എന്ന് പറയാ. മൈലോഡും ഒന്ന് ചെക്ക് ചെയ്യണം. ലൈക്ക് മേ ബി ഇത് കോടതി ആർക്കും വഴി തെറ്റിച്ച് വിടാൻ വേണ്ടിയല്ലോ സാർ. മൈലോഡിന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം വാട്ട് ഈസ് ദ മാക്സിമം DNA പോസിബിലിറ്റീസ് ടു എ ഹ്യൂമൻ ബീങ്. നോക്കാം, ഞാൻ നോക്കിക്കോളാം. ഓക്കെ, അത്രേ ഉള്ളൂ ശർമ്മജി, ശർമ്മജി ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഓക്കെ സാർ, എനിക്കത് ഈ അഡ്വക്കേറ്റോട് കാര്യം ചോദിക്കണം. ഈ അഡ്വക്കേറ്റ് DNA എന്താണെന്ന് അറിയോ? അറിയാലോ സാർ. എന്താ സാർ? അല്ല സാർ, ഞാൻ സാറേ, ഞാനൊരു ഡോക്ടറാണ്. സാർ എന്റെ അടുത്ത് വന്ന് സാർ, ഞാൻ ഒരു കാര്യം, ഞാൻ വക്കീലാണ്, സാറാണ് ഡോക്ടർ. അതെ, അപ്പോ DNA എന്താണെന്ന് സാറിന് അറിയില്ലെങ്കിൽ പിന്നെ എന്നോട് എന്തിനു ചോദിക്കണം? എന്നോട് റിസർച്ച് ചെയ്യാൻ പറയണം DNA. അല്ല, അവര് അഡ്വക്കേറ്റ് ചോദിക്കട്ടെ, എനിക്ക് അവരെ എന്താണ് ഉദ്ദേശിക്കുന്നത്. അതായത് എനിക്ക് DNA അറിയില്ലെന്നാണോ പറയുന്നത്? അല്ല, DNA സാറിന് അറിയില്ല എന്നല്ല, മെഡിക്കലി നോട്ട് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ സ്റ്റേറ്റ് ചെയ്തു. അല്ലെങ്കിൽ 100% ആവില്ലെന്ന് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ഉദ്ദേശിച്ചത്. പൊന്നു സാർ, ഒരിക്കലും ഒരു ഹ്യൂമൻ, അതായത് ഞാൻ ജനിക്കുന്ന സമയത്ത്, മനസ്സിലായി സാർ, ഞാൻ ജനിക്കുന്ന സമയത്ത്
എന്റെ കൂടെ അതേ സ്പേമിൽ ജനിക്കുന്ന, അതായത് എന്റെ ട്വിന്നിന് മാത്രമേ DNA 100% മാച്ച് ആവത്തുള്ളൂ. മനസ്സിലായി? ഞാൻ ജനിപ്പിക്കുന്ന എന്റെ കുഞ്ഞിന് ഒരിക്കലും DNA 100% ആയിരിക്കില്ല. അതാണ് ഞാൻ പറയുന്ന കാര്യം. സാറിന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, പറയാം. ഒരു കാര്യം പറയുമ്പോൾ വാലിഡ് ആയിരിക്കണം. അതിന് DNA ഫുൾ ഫോം അറിയണം എന്നില്ല, DNA കാര്യങ്ങളെ പറ്റി അറിയാൻ. ഓക്കെ. പിന്നെ എങ്ങനെയാണ് സാർ ഈ പാരമ്പര്യമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവുന്നത്? സാർ DNA 40% മുതൽ 50% മതി ഒരു രോഗം ക്യാരി ചെയ്ത് കൊച്ചിലേക്ക് എത്താൻ. മനസ്സിലായില്ലേ? പക്ഷെ മാച്ചിങ് എത്തണമെങ്കിൽ 100% വേണം. അഡ്വക്കേറ്റ്, ഞാൻ അതിൽ കൊടുത്തിരിക്കുന്ന പെർസെന്റേജ് എന്ന് പറയുന്നത് DNA ക്രോസ് സെക്ഷന്റെ മാച്ച് ആണ്. ഓക്കെ. DNA എന്താണെന്ന് അറിയോ? ഈ സ്ട്രക്ചറിന്റെ മാച്ചിന്റെ പെർസെന്റേജ് ആണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. എടുത്തിട്ടുള്ള DNA സ്ട്രക്ചർ സെയിം ആണ് സാർ. അതാണ് പറയാം. ആ മാച്ചിന്റെ കാര്യം തന്നെയാണ് ഞാനും പറയുന്നത്. സാർ ഒരു കാര്യം ചെയ്യാം സാർ, നമ്മളിവിടെ കളിച്ച കാര്യമില്ല. ചോദ്യം ചെയ്ത് അതോടെ ഞാൻ പറഞ്ഞു തീർത്തത്. അല്ല, മൈലോട്ട് ഞങ്ങൾ സാറേ നമ്മൾ തമ്മിലൊരു പ്രശ്നം വരുന്നോണ്ടല്ലോ അത് സോൾവ് ചെയ്യാൻ മൈലോട്ട് അറിയത്തില്ല. ഈ അറിവ് കിട്ടാൻ പാടൊന്നുമില്ല. ഒരു ഗൂഗിളും ഒരു ഫോണും ഒരു ഇന്റർനെറ്റും മതി. ഗൂഗിൾ നോക്കിയിട്ടാണ് നിങ്ങൾ എല്ലാം അറിയുന്നത്. ഇവരെ സൈഡിൽ നിന്ന് എല്ലാവർക്കും ഇല്ല. ആ കുട്ടിക്ക് 5 വയസ്സേ ആയിട്ടുള്ളൂ. ഇവിടെ തന്നിരിക്കുന്ന 2 റിപ്പോർട്ടും 2 ആയ രീതിക്ക് കാരണം ഈ കേസ് മറ്റന്നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ആൻഡ് PDയുടെ സൈഡിൽ നിന്നും EMSന്റെ സൈഡിൽ നിന്നും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആൻഡ് ഒരു പുതിയ മെഡിക്കൽ ടീം. മൈലോഡ് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പം മൈലോഡ് ഇപ്പം നിങ്ങൾ എടുത്തു പറഞ്ഞൊരു കാര്യം വെച്ചിട്ട് എനിക്കൊരു കാര്യം കൂടി ഒന്ന് പറയാനുണ്ട്. ഞാൻ അത് പറഞ്ഞോട്ടെ വിത്ത് യുവർ പെർമിഷൻ? ഓക്കെ. ഈ കൊച്ചിന്റെ വയസ്സ് നിങ്ങളിപ്പോ മെൻഷൻ ചെയ്തത് 5 വയസ്സ്. 5 വയസ്സെന്ന് പറയുമ്പോ എനിക്ക് ഇവിടെ കിട്ടിയ റിപ്പോർട്ടിൽ 5 വയസ്സെന്നാണ് കൊടുത്തിരിക്കുന്നത്. അതെ 5 വയസ്സ്. അപ്പൊ സാറ് 5 വയസ്സ്. എന്നെ കൺമണിയും ഞാനും പരിചയപ്പെടുന്നത് വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ്. അപ്പൊ കൺമണിയെ ഞാൻ അപ്പോയിന്റ് ചെയ്തതും എന്റെ കമ്പനിയിൽ സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്തതും അന്ന് തൊട്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ട് ഞങ്ങളുടെ ഇവരെല്ലാം പറയുന്നത് എന്റെ PA ആയിട്ട് അപ്പോയിന്റഡ് ആയെന്നല്ല, എന്റെ PA ആയിട്ട് എന്റെ കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്തതിന്റെ സ്റ്റാമ്പ് അടിച്ച ഡീറ്റെയിൽസ് എൻ്റെ ഉണ്ട്. ഞാൻ അത് മൈലോഡിന്റെ അടുത്ത് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ. ആ ഒരു ഡേറ്റ് വെച്ച് നോക്കിയാൽ പോലും 3 വയസ്സ് പോലും ഈ കുഞ്ഞിന് ആവാനുള്ള ഇതില്ല. 5 വയസ്സായ ഒരു കുട്ടി 3 വർഷം മാത്രം പരിചയം പഴക്കമുള്ള ഒരാളിൽ നിന്ന് 5 വയസ്സായ കുഞ്ഞ് ഉണ്ടായത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. സാർ അതിന്റെ ഡോക്യുമെന്റ്സ് ഞാൻ എത്രയും പെട്ടെന്ന് അടുത്ത സെഷനിലാണെങ്കിലും നിങ്ങളുടെ അടുത്ത് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ പെനിദോസു. അപ്പോൾ എന്തായാലും എനിക്കിവിടെ ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രൂഫും എനിക്കിവിടെ വാല്യൂബിൾ ആയി എടുക്കാൻ പറ്റില്ല. കാരണം കുട്ടി മൈനറാന്ന് കിട്ടിയ റിപ്പോർട്ട് 2 സോ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് സൈഡിലും PDയുടെ സൈഡിലും എനിക്ക് പ്രോപ്പർ ഈ കോർട്ട് കഴിയുമ്പോഴത്തേക്ക് തന്നിട്ട് പോകണം. മാറ്റി വെച്ചിരിക്കുന്നു. താങ്ക് യു മൈലോഡ്. താങ്ക് യു. ഫുൾ ഫോം പഠിച്ചു വെച്ച കളിയേക്കൊന്ന് വിചാരിച്ചേട്ടാ. സാർ മൈലോഡ് മൈലോഡ് ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഒന്ന് ലൈക്ക് വേണ്ടപ്പെട്ടവരായിരുന്നു ഡിസ്കസ് ചെയ്ത് ഒന്ന് അത് പറയണം. അതിന് വേറൊരു കാര്യമുണ്ട്. ഓക്കെ, അപ്പൊ പോള വഴി ഏതാണ്? സാക്ഷിയാണ്. അയ്യോ, ആരിത് 2021 വന്നിട്ട് 5 വയസ്സ് മുമ്പ് പ്രസവിച്ച കണ്ണോണിയോ? പക്ഷെ കൊച്ചിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 2016. പണ്ടേ കള്ളം പറഞ്ഞ നല്ല ശീലമാണ്. കള്ളം പറഞ്ഞേ പണ്ടേ അഭിനയിക്കാനും നല്ല പിടിക്കായിരുന്നു. അഭിനയിക്കാൻ പണ്ടേ സീരിയല് ഒരുപാട് കാണുമായിരുന്നു. സീരിയൽ നമ്മുടെ സാക്ഷി ഇത്ര ഈ കേസ് ഞാൻ ജയിക്കും. ഈ കേസ് ഞാൻ ജയിപ്പിച്ചിരിക്കും. ഒരു സംശയമില്ല, ഈ കേസ് ഞാൻ ജയിക്കും.